അസ്സലാമു അലൈക്കും ലെനസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മീൻകറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത്. നാടൻ രീതിയിലായതുകൊണ്ട് തന്നെ ഞാൻ മൺചട്ടിയിലാണ് വെക്കണത്. മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. അത് പൊട്ടിയതിന് ശേഷം 1 കപ്പ് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം, ചെറുതായി അരിഞ്ഞതിന് ശേഷം. ഉലുവ ഇട്ട് പൊട്ടിക്കുമ്പോഴാണ് അതിൻ്റെ നല്ല ടേസ്റ്റ്, മീൻകറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഉലുവയാണ്. ഇനി ചെറിയുള്ളി 1 കപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴറ്റി വരട്ടെ. അപ്പോൾ അത് ചട്ടിയിൽ ആകെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കണം. പക്ഷേ വെളിച്ചെണ്ണ ഇതിൽ നിന്ന് കണ്ടില്ലേ, എണ്ണ ഓയിലുകൾ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ കിഞ്ഞ് വരുന്നത്, അത് മഴക്കീൻ്റെ ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, നോൺ സ്റ്റിക്ക് മയക്കാണ് ചട്ടി മയക്കെടുക്കണത് എന്ന് പറഞ്ഞു കൊണ്ടാണല്ലോ ഞാൻ കാണിച്ചു കഴിഞ്ഞത്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുകൊണ്ടേ. വലിയൊരു തക്കാളി ഞാൻ ചെറുതായി അരിഞ്ഞതിൻ്റെ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഉള്ളി നന്നായി മൂത്തതിൻ്റെ ശേഷമാണ് കേട്ടോ തക്കാളി ഇട്ട് കൊടുത്തത്. ചട്ടിൻ്റെ ഉള്ളും പുറമൊക്കെ ഇതിൽ നിന്ന് ഓയിൽ ഒലിച്ച് വരുന്നുണ്ട് കേട്ടോ. അത്രക്കും നല്ല സൂപ്പറായിട്ട് മയങ്ങി കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇതിൽ അടി പിടിക്കുക ഒന്നുമില്ല. മീൻ പൊരിക്കാൻ വരെ ഈ ചട്ടി ഉപയോഗിക്കാം. അത്രക്കും നല്ല സൂപ്പർ ചട്ടിയാണ്. നല്ല ഈട് നിൽക്കും ഇതേപോലെ തന്നെ മയക്കെടുക്കുകയാണെങ്കിൽ. അപ്പോൾ തക്കാളി മൂത്തതിൻ്റെ ശേഷം ഞാൻ ഒരു 7 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് വഴറ്റിയതിൻ്റെ ശേഷം 1 പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞതിൻ്റെ ശേഷം തന്നെയാണ് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചവാസന പോയതിൻ്റെ ശേഷമാണ് ഞാൻ 1.5 ടേബിൾ സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നത്. നല്ല എരിവില്ല മുളകും പൊടി ആയതുകൊണ്ടാണ് ഞാൻ 1.5 ടേബിൾ സ്പൂൺ. കാശ്മീരി പൊടിയൊക്കെ ആണെങ്കിൽ 2-2.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതും കഴിഞ്ഞ് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായി മൂത്തതിൻ്റെ ശേഷം ഞാൻ ഒരു നെല്ലിക്കൻ്റെ വലുപ്പത്തിലുള്ള വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. അത് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അയല, മത്തി ഒക്കെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് കയറും. ഇനി ഇത് ഒന്ന് നന്നായി തിളപ്പിച്ച് ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് പൊന്തി വരുന്നവരെ വേവിച്ചെടുക്കണം. അത് ഞാൻ അടച്ചുവെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇത് 3 മിനിറ്റ് ഒന്ന് നന്നായി തിളച്ചതിൻ്റെ ശേഷം ഗ്രേവിയൊക്കെ ഒന്ന് ചെറുതായി വറ്റി വരുന്ന സമയത്താണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത്. മീൻ നന്നായി ക്ലീൻ ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിലെ എണ്ണയൊക്കെ മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. പുഴമീൻ നന്നാക്കൽ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് കരുതുന്നു. ഞാൻ ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നന്നാക്കുന്ന രീതി. സാധാരണ മീൻ ക്ലീൻ ചെയ്തതിലേറെ വെറൈറ്റിയിലാണ് ഇത് ക്ലീൻ ചെയ്യേണ്ടത്. ഒരു ചെറിയ കൊഴുപ്പൊക്കെ ഉണ്ടാവും, അതൊക്കെ കല്ലുമ്മ വരുതി കളഞ്ഞ് അതിൻ്റെ ചെളുക്കിയൊക്കെ നന്നായി കത്തി കൊണ്ട് കളഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്ത് തലയൊക്കെ കളഞ്ഞ് ഉള്ളത്തെ കാഷ്ടങ്ങളൊക്കെ കളഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഇത് ക്ലീൻ ചെയ്തത്. ഇപ്പോൾ ഇതിങ്ങനെ 10 മിനിറ്റ് വേവിച്ചെടുക്കണത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. കയ്യിലായിട്ട് ഒരിക്കലും ഇളക്കരുത്, സ്പൂണായിട്ടോ ഒന്നും ഇളക്കരുത്. അപ്പോൾ മീൻ പൊടിഞ്ഞു പോവുള്ളൂ. ഒരു 2 കൈയായിട്ട് പിടിച്ചിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അത് ശരിക്കും ഇളകി കൊട്ടും. കണ്ടോ, ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് തിളപ്പിച്ചതിൻ്റെ ശേഷമാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചത്. ഇനി ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. അധികം വേവിച്ചെടുത്താൽ മീൻ പറ്റ ഹാർഡായി പോവുകയും ചെയ്യും. ഇപ്പോൾ ഇത് ഒന്ന് കറക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് 2 കറിവേപ്പിലൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കണം നമ്മൾ ഇത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം. എന്നിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് 2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ്. അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാ.
അടുത്ത വീഡിയോക്കുമായി കാണാം. ബൈ.